സഖാവ് ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞു പത്രസമ്മേളനം 1.5 മണിക്കൂർ പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനത്തിൽ ആ സഖാവ് പറഞ്ഞു ജി ഭുവനേശ്വരനെ കൊന്നത് KSU അല്ല, കുറെ നായർ ഗുണ്ടകൾ DSUക്കാരാണ് കൊന്നത് എന്ന് പറഞ്ഞാൽ സഖാവ് ഭുവനേശ്വരന്റെ രക്തസാക്ഷിത്വത്തെ പോലും തള്ളിപ്പറയല്ലേ? അങ്ങനെ സ്വന്തം സഹോദരൻ രക്തസാക്ഷി സഖാവ് ഭുവനേശ്വരനെ തള്ളിപ്പറയുന്നത് നിലപാടിൽ വിലയിലേക്ക് ഈ സുധാകരനെത്തി. എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? KSU ആണ് കൊലപ്പെടുത്തിയതെന്ന് കഴിഞ്ഞ ദിവസം വരെ പറഞ്ഞല്ലേ. ആ കൂട്ടത്തിൽ അദ്ദേഹം വേറൊരു കാര്യം പറഞ്ഞു. ആ ഭുവനേശ്വരന്റെ കേസ് നടത്താൻ വേണ്ടി അദ്ദേഹം അവരുടെ വീട്ടിലെ ആഞ്ഞിലി വിറ്റിക്കൊണ്ട് കാശ് കൊണ്ടുവന്ന കേസ് നടത്തുന്നത്. അങ്ങനെയാണോ? പ്രോസിക്യൂഷൻ കേസില് വാദിയായിട്ടുള്ളവർക്ക് എന്താ ചെലവ്? എന്ത് ചെലവുണ്ട്? ആ കേസ് നടത്തിയത് എന്തിനാ സുധാകരൻ സാഹിബ് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഈ ഒരു അഭിപ്രായം പറഞ്ഞെന്താ? അപ്പോൾ എന്താ അദ്ദേഹത്തിന്റെ ഉള്ളിൽ കടന്നിരിക്കുന്ന പാർലമെന്ററി വ്യാമോഹം? ഒരു കമ്മ്യൂണിസ്റ്റിന് ഇങ്ങനെ ഒരു പാർലമെന്ററി വ്യാമോഹത്തിൽ കഴിയുന്നു? പാർലമെന്ററി വ്യാമോഹത്തിൽ എത്തിയാൻ കഴിയുന്നു? ഇവിടെ പറഞ്ഞ പോലെ മാർക്സിസം ലെനിനിസം, വൈരുദ്ധ്യാത്മക ഭൗതികവാദം, ചരിത്രപരമായ ഭൗതികവാദം, ഇതെല്ലാം ഞങ്ങളെയെല്ലാം പഠിപ്പിച്ച ആളല്ലേ? ഇതാണോ വൈരുദ്ധ്യഭാവം? സ്വന്തം സഹോദരന്റെ രക്തസാക്ഷിയെ തള്ളിപ്പറയുക. കുറെ നാളായി സുധാകര ഷോ പ്ലാൻ ചെയ്ത് വരുന്ന പരിപാടിയാണ്. അതിന്റെ ഭാഗമാണ്. 75 വയസ്സ് പ്രായമായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിന്റെ പാർട്ടി കോൺഗ്രസ് തീരുമാനിച്ചു 75 വയസ്സ് പ്രായമായാൽ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നിന്ന് മറ്റു ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ ഒഴിവായി തുടർന്നും പാർട്ടിയെ സേവിക്കണം. ആ സ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നതിനെ പറ്റില്ല. പുതിയ സഖാക്കൾക്ക് അവസരം കൊടുക്കണം. അങ്ങനെയല്ലേ ഒഴിവാക്കിയത്? 75 വയസ്സായില്ലെങ്കിൽ ഒഴിവാക്കുമോ? 75 വയസ്സായി ഒഴിവാക്കി വീട്ടിൽ വന്നു. പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി പറഞ്ഞു ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുമായി സഹകരിച്ച് പ്രവർത്തിക്കണം. ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വരൂ, ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ക്ഷണിത വന്നിട്ട് സഭ പങ്കെടുക്കൂ. അപ്പൊ ഇവരുടെ കൂട്ടത്തിലിരിക്കാൻ നീ പറ്റില്ല, ഞാൻ വരില്ല. ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഞങ്ങളൊരു ഓഫീസ് മുറി അദ്ദേഹത്തിന് വേണ്ടി തുറന്നിട്ടുണ്ട്. അദ്ദേഹം അവിടെ വരുമായിരുന്നു, ഒന്ന് പ്രവർത്തിക്കില്ലായിരുന്നു. അങ്ങനെ എല്ലാ രൂപത്തിലുള്ള മാന്യതയും അദ്ദേഹത്തിന് നമ്മൾ നൽകിയില്ല. എല്ലാ സൗകര്യങ്ങളും നമുക്ക് കൂടുതലില്ല പ്രവർത്തിക്കാൻ. ഐതിഹാസികമായിട്ടുള്ള പുന്നപ്ര വയലാർ സമരം കേരളത്തിലുണ്ട്. ആ സമരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങല്ലേ 20 ഒക്ടോബർ 27 ഈ വലിയ ചുടുകാടിൽ നിന്ന് ദീപശിഖ കൊടുത്തുവിടുക. ആ ദീപശിഖ കൊടുത്തുവിടുന്നത് ആരാ? നിസ്സാരക്കാരനല്ല, VS അച്യുതാനന്ദനായിരുന്നു. സഖാവ് VS അച്യുതാനന്ദൻ. സഖാവിന് എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ പിന്നെ PKC ആയിരുന്നു ഉപയോഗിച്ചത്. നമ്മൾ സഖാവ് VSനെ G സുധാകരനെ കൊണ്ടല്ലേ കഴിഞ്ഞ 2 പ്രാവശ്യമായി ഈ പരിപാടിയിൽ പങ്കെടുപ്പിച്ചത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇവിടെ നടന്ന എല്ലാ യോഗങ്ങളിലും സജീവമായി പങ്കെടുത്ത സഭയല്ലേ. സഭനെ എങ്ങനെ അവഗണിച്ചത്? സഭനെ ഏത് രൂപത്തിൽ അവഗണിച്ചു? എല്ലാ രൂപത്തിലും നമ്മുടെ സാധ്യതയില്ലേ. പക്ഷെ പ്രശ്നം അതൊന്നുമല്ല. പ്രശ്നം സഖാവിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം.
തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം.